നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യാത്രയ്ക്കിടെ വിമാനത്തിന്റെ ജനാല ഇളകിമാറി. ചൊവ്വാഴ്ച ഗോവയിൽ നിന്ന് മുംബൈയിലേക്ക് പോകുകയായിരുന്ന സ്പൈസ് ജെറ്റിന്റെ SG-1080 വിമാനത്തിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ ദൃശ്യങ്ങൾ യാത്രക്കാർ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിരിക്കുകയാണ്. ജനാലയുടെ ഫ്രെയിം ഇളകി. ഇതോടെ യാത്രക്കാർ ആകെ പരിഭ്രമിച്ചു. പക്ഷേ യാത്രക്കാരുടെ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന ഒരു പ്രസ്താവനയാണ്, വിശദീകരണമാണ് അധികൃതർ നൽകിയിരിക്കുന്നത്. മാത്രമല്ല, മുംബൈയിൽ എത്തിയ ഉടൻ പ്രശ്നം പരിഹരിച്ചുവെന്നും സ്പൈസ് ജെറ്റ് വ്യക്തമാക്കി. നേരത്തെ സ്പൈസ് ജെറ്റിന്റെ Q400 വിമാനങ്ങളിൽ ഒന്നിന്റെ കോസ്മെറ്റിക് ജനാല അയഞ്ഞ് ഇളകുന്ന ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തണലിനായി ജനാലയിൽ ഘടിപ്പിച്ചിട്ടുള്ള ഫ്രെയിം മാത്രമായിരുന്നു ഇതെന്നാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ വിമാനത്തിന്റെ യാത്രക്കാരുടെ സുരക്ഷയിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നും സ്പൈസ് ജെറ്റ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. അതേസമയം ഈയിടയ്ക്കുണ്ടായ മറ്റൊരു സംഭവം, 36,000 അടി ഉയരത്തിൽ പറന്ന വിമാനം നിമിഷ നേരങ്ങൾ കൊണ്ട് 10,500 അടി താഴേക്ക് പോകുന്ന ഒരു സംഭവം കൂടി ഇടയ്ക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഷാങ്ഹായിൽ നിന്ന് ടോക്കിയോയിലേക്ക് പറന്ന ജപ്പാൻ എയർലൈൻസ് ബോയിങ് 737 വിമാനമായിരുന്നു വലിയൊരു ദുരന്തം മുന്നിൽ കണ്ടത്. വിമാനത്തിന്റെ തകരാറ് അത് അപ്രതീക്ഷിതമായിരുന്നു. പിന്നാലെ യാത്രക്കാർക്ക് ഓക്സിജൻ മാസ്ക് നൽകുന്ന സാഹചര്യമുണ്ടായി. വിമാനത്തിൽ 191 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുമ്പോൾ യാത്രക്കാർക്കുണ്ടാകുന്ന ഒരു പരിഭ്രാന്തി അത് അവർക്കുണ്ടായിരുന്നു. വലിയ പരിഭ്രാന്തി നിമിഷങ്ങളിലൂടെയായിരുന്നു അവർ കടന്നുപോയത്. യാത്രക്കാരെല്ലാം ആ ഒരു സന്ദർഭത്തെ എങ്ങനെ അതിജീവിച്ചു എന്നത് അവർക്ക് ഇപ്പോഴും ഓർക്കാൻ സാധിക്കുന്നില്ല. സാങ്കേതിക തകരാറിനെ തുടർന്ന് വിമാനം കൻസായി വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തുന്ന സാഹചര്യമുണ്ടായി. ജപ്പാൻ എയർലൈൻസും അവരുടെ ഉപസ്ഥാപനമായ സ്പ്രിംഗ് ജപ്പാനും കോഡ് ഷെയർ കരാർ അനുസരിച്ച് പ്രവർത്തിക്കുന്ന വിമാനത്തിലായിരുന്നു ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. ഏകദേശം 36,000 അടി ഉയരത്തിൽ നിന്ന് വെറും 10 മിനിറ്റിനുള്ളിൽ 10,500 അടി താഴെയിലേക്ക് വിമാനം അതിവേഗം താഴുകയായിരുന്നു. പലരും കരുതി വിമാനം ഇപ്പോൾ തകരുമെന്ന്. പക്ഷേ മർദ്ദം കുറയുന്നത് ആളുകളുടെ ബോധം നഷ്ടമാക്കുമെന്ന ആശങ്കയിൽ ഓക്സിജൻ മാസ്കുകൾ അടക്കം വിതരണം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഒരു തിരിച്ചുവരവില്ലാത്ത വിധത്തിൽ തങ്ങൾ അവസാനിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ എല്ലാം കഴിയാറായി എന്നതടക്കമുള്ള ആശങ്ക യാത്രക്കാർക്ക് ഉണ്ടാവുകയും വളരെ വലിയ രീതിയിലുള്ള പരിഭ്രാന്തി അവരെ വേട്ടയാടുകയും ചെയ്തു. തന്റെ ശരീരം മാത്രമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്, ആത്മാവ് ഇതുവരെ എത്തിയിട്ടില്ല എന്നതടക്കമുള്ള ഒരു പ്രതികരണമാണ് ഈ യാത്രക്കാരിൽ നിന്നുണ്ടായത്. കാരണം അത്രമാത്രം അവർ ആ ഒരു സാഹചര്യത്തിൽ ഭയന്നു എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാത്രി 7 മണിയോടെയാണ് വിമാനം അതിവേഗം താഴ്ന്നത്. 20 മിനിറ്റിൽ 3000 അടിയിലേക്ക് താഴുകയായിരുന്നു. ഇതിനിടയിൽ ഒരു യാത്രക്കാരൻ തന്റെ സ്വത്തുക്കളുടെ അവകാശികൾ എഴുതി വയ്ക്കാനും ഇൻഷുറൻസ്, ബാങ്ക് കാർഡ്, പിൻ വിവരങ്ങൾ എഴുതി വയ്ക്കാനും തുടങ്ങി എന്നതടക്കമുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതായത് മരണം മുന്നിൽ കണ്ട നിമിഷങ്ങൾ എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒസാക്കയിൽ വിമാനം സുരക്ഷിതമായി ഇറക്കിയപ്പോഴാണ് യാത്രക്കാർക്ക് ആകെ ആശ്വാസമായത്. പക്ഷെ അപ്പോഴും അവർക്കത് വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ല. രക്ഷപ്പെട്ടു അല്ലെങ്കിൽ സുരക്ഷിതരാണ് എന്ന വിവരം അവർക്ക് അംഗീകരിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലായിരുന്നു. ആർക്കും പരിക്കുകളൊന്നും ഉണ്ടായിട്ടില്ല. വിമാനത്തിലുണ്ടായിരുന്നവർക്ക് നഷ്ടപരിഹാരവും താമസവും കമ്പനി വാഗ്ദാനം ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങളും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. സംഭവത്തിന്റെ കാരണം എന്താണെന്ന് കണ്ടെത്താനുള്ള അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. സമാനമായ മറ്റൊരു സംഭവം ഈയിടയ്ക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ജൂൺ 14 ദില്ലിയിൽ നിന്ന് വിയന്നയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം ആകാശത്ത് വെച്ച് 900 അടി താഴ്ന്ന സംഭവം ഈയിടയ്ക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അഹമ്മദാബാദിൽ ടേക്ക് ഓഫിന് മിനിറ്റുകൾക്ക് ശേഷം എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ് ഒരാൾ ഒഴികെ എല്ലാവരും മരിച്ച് 2 ദിവസത്തിന് ശേഷമായിരുന്നു ഈ സംഭവം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബോയിങ് 777 വിമാനം 9 മണിക്കൂറും 8 മിനിറ്റും പറന്നതിന് ശേഷം വിയന്നയിൽ ലാൻഡ് ചെയ്തു. അന്വേഷണം പൂർത്തിയാകുന്നതുവരെ 2 പൈലറ്റുമാരെയും സർവീസിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണെന്ന് എയർ ഇന്ത്യ വ്യക്തമാക്കി. അതേസമയം ഈയിടയ്ക്കുണ്ടായ ഒരു സംഭവമാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിനിടെ വിമാനത്തിൽ പക്ഷിയിടിക്കുന്ന സംഭവം ഉണ്ടായത്. ഡൽഹി തിരുവനന്തപുരം എയർ ഇന്ത്യ വിമാനം ലാൻഡ് ചെയ്യാൻ 200 അടി ഉയരത്തിൽ നിൽക്കുമ്പോഴായിരുന്നു വിമാനത്തിൽ പക്ഷിയിടിച്ചത്. സുരക്ഷിതമായി ലാൻഡ് ചെയ്ത വിമാനത്തിന്റെ പൈലറ്റ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു. പ്രാഥമിക പരിശോധനയിൽ വിമാനത്തിൽ കേടുപാടില്ല. പക്ഷേ വിശദ പരിശോധന ആവശ്യമായതിനെ തുടർന്ന് ഡൽഹിയിലേക്ക് മടക്കയാത്ര റദ്ദാക്കുന്ന സാഹചര്യമുണ്ടായി. യാത്രക്കാരെ ഹോട്ടലിലേക്ക് മാറ്റുന്ന നടപടി വേഗത്തിൽ തന്നെ അധികൃതർ സ്വീകരിച്ചു. വിശദമായ പരിശോധനയ്ക്ക് ശേഷം വിമാനം തിരികെ ഡൽഹിയിലേക്ക് പറഞ്ഞു. അതേസമയം മറ്റൊരു സംഭവം, മഴയെ തുടർന്ന് കൊച്ചി വിമാനത്താവളത്തിൽ ഇറങ്ങാൻ കഴിയാതിരുന്ന 2 വിമാനങ്ങൾ തിരുവനന്തപുരത്തേക്ക് തിരിച്ചുവിടുന്ന സാഹചര്യമുണ്ടായി. രാത്രി 8:42 ബംഗളൂരിൽ നിന്നും എത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനവും 8:52 ഹൈദരാബാദിൽ നിന്നും എത്തിയ ഇൻഡിഗോ വിമാനവുമാണ് ഇത്തരത്തിൽ തിരിച്ചുവിടേണ്ടുന്ന സാഹചര്യം ഉണ്ടായത്. മറ്റൊരു വാർത്ത, ഡൽഹിയിൽ നിന്ന് ഹോങ്കോങ്ങിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിന്റെ വാതിലിൽ നിന്ന് അസ്വാഭാവിക ശബ്ദങ്ങൾ കേട്ടു എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ജൂൺ 1 സർവീസ് നടത്തിയ ബോയിങ് 787 വിമാനത്തിൽ
വിമാനത്തിന്റെ വാതിലിൽ നിന്നായിരുന്നു പറന്നുയർന്ന 1 മണിക്കൂറിന് ശേഷം ശബ്ദങ്ങൾ കേട്ടതും വാതിൽ കുലുങ്ങിയത്. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഈ സംഭവം നടന്നത്. ഒടുവിൽ വിമാനത്തിലെ ജീവനക്കാർ വാതിലിന്റെ മുകളിലെ ചെറിയ വിടവിൽ നാപ്കിനുകൾ തിരുങ്ങി പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുകയായിരുന്നു. ജൂൺ 1 ഡൽഹിയിൽ നിന്ന് രാത്രി 11:45 പുറപ്പെട്ട AI-314 വിമാനത്തിലായിരുന്നു സംഭവവികാസങ്ങൾ അരങ്ങേറിയത്. ഷെഡ്യൂൾ ചെയ്ത സമയത്തേക്കാൾ 1 മണിക്കൂറിലധികം വൈകിയായിരുന്നു വിമാനം അന്ന് പുറപ്പെടുന്ന സാഹചര്യമുണ്ടായത്. പറന്നുയർന്ന ഏകദേശം 1 മണിക്കൂറിന് ശേഷം വാതിൽ കുലുങ്ങി, ശബ്ദമുണ്ടാകാൻ തുടങ്ങി. വായുമർദ്ദം കാരണം വാതിലിന്റെ സീൽ ഇളകി എന്ന് തോന്നി. ഇത്തരത്തിൽ യാത്രക്കാർ പല രീതിയിലുള്ള ഒരു സന്ദർഭത്തിലൂടെയാണ് കടന്നുപോയത്. പക്ഷെ ഇത്തരം സംഭവങ്ങൾ യാത്രക്കാർക്ക് ആശങ്കയുണ്ടാക്കിയേക്കാമെങ്കിലും വിമാനത്തിന്റെ സുരക്ഷയെ ബാധിക്കില്ലെന്ന് പൈലറ്റുമാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. വിമാനത്തിന്റെ വാതിലുകൾ യാത്രാമധ്യേ തുറക്കില്ല എന്നും അവർ വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും വിമാനം സുരക്ഷിതമായി ഹോങ്കോങ്ങിൽ ലാൻഡ് ചെയ്തതോടെയാണ് യാത്രക്കാർക്ക് ആശ്വാസമായത്. അതേസമയം വിമാനത്തിന്റെ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കപ്പെട്ടുവെന്നാണ് എയർ ഇന്ത്യ പിന്നീട് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയത്. ഒരു വിമാനം പറത്തുന്നതിന് മുമ്പ് നിരവധി പരിശോധനകൾക്ക് വിധേയമാക്കാറുണ്ട്. സുരക്ഷയ്ക്ക് മുൻഗണന നൽകിയാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത്. ജൂൺ 1 ഡൽഹി ഹോങ്കോങ് വിമാനവും ഈ പ്രക്രിയയിലൂടെ കടന്നുപോയിരുന്നു. വിമാനയാത്രയ്ക്കിടെ ഡെക്കറേറ്റീവ് ഡോർ പാനലിൽ നിന്ന് ഹിസിംഗ് ശബ്ദം കേട്ടു. എന്നാൽ അപകടമില്ലെന്ന് വിലയിരുത്തിയ ശേഷം ജീവനക്കാർ വേണ്ട നടപടികൾ സ്വീകരിച്ചുവെന്ന് എയർ ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. ഹോങ്കോങ് വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത ശേഷവും എഞ്ചിനീയറിംഗ് ടീം വിമാനം പരിശോധിക്കുന്ന സാഹചര്യമുണ്ടായി. എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കപ്പെട്ടതായി കണ്ടെത്തിയിരുന്നു. വിമാനം സർവീസിനായി ക്ലിയർ ചെയ്തതായും എയർ ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഈ വിമാനയാത്രയ്ക്കിടെ ഇത്തരത്തിൽ വാതിൽ ശബ്ദമുണ്ടാകുന്നത് ആദ്യത്തെ സംഭവമല്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം മറ്റൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഉത്തർപ്രദേശിൽ ലക്നൌവിൽ ലാൻഡ് ചെയ്ത സൗദി എയർലൈൻസ് വിമാനത്തിൽ നിന്നും പുക ഉയർന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ലക്നൌവിലെ ചൗധരി ചരൺ സിംഗ് രാജ്യാന്തര വിമാനത്താവളത്തിലായിരുന്നു സംഭവം ഉണ്ടായത്. സൗദി അറേബ്യയിൽ നിന്ന് 250 ഹജ്ജ് തീർത്ഥാടകരുമായി മടങ്ങിയെത്തിയ വിമാനത്തിലായിരുന്നു സംഭവം. യാത്രക്കാരെ സുരക്ഷിതരായി ഒഴിപ്പിക്കാൻ സാധിച്ചു. ജിദ്ദയിൽ നിന്ന് ശനിയാഴ്ച രാത്രി 10:45 SV3112 എന്ന സൗദി എയർലൈൻസ് വിമാനം പുറപ്പെട്ടത്. പുലർച്ചെ 6:30 ലക്നൌവിൽ ലാൻഡ് ചെയ്തതിനു പിന്നാലെ വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറിന്റെ ഇടതുഭാഗത്ത് നിന്നും പുകയും തീപ്പൊരിയും ഉയരുന്നത് ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. പുക കണ്ടയുടൻ വിമാനം നിർത്തിയ പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളിനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് വിമാനത്തെ ടാക്സിവേയിലേക്ക് മാറ്റുകയും അവിടെ വെച്ച് യാത്രക്കാരെയും ജീവനക്കാരെയും സുരക്ഷിതമായി പുറത്തിറക്കുകയും ചെയ്തു. വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിൽ ലീക്ക് ഉണ്ടായി എന്നതടക്കമുള്ള പ്രാഥമിക നിഗമനമായിരുന്നു ഉണ്ടായിരുന്നത്. ലാൻഡിങ്ങിന് തൊട്ടു മുൻപായിരുന്നു തകരാറ് സംഭവിച്ചതെങ്കിൽ വലിയ അപകടത്തിലേക്ക് നയിക്കപ്പെടുമായിരുന്നു എന്നാണ് നിഗമനം. യാത്രക്കാർ സുരക്ഷിതരാണെന്നും വിഷയം വിമാനത്താവള പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടില്ലെന്നും ലക്നൌ എയർപോർട്ട് അധികൃതർ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.